സാമ്പാർ പരിപ്പ് 4 മണിക്കൂർ കുതിർക്കുക. അതിന് ശേഷം അതൊരു കിഴുത്തപാത്രത്തിൽ ഇട്ട് അതിൻ്റെ വെള്ളമെല്ലാം കളയുക. അതിന് ശേഷം അതിൽ ഒരു 2 സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് ചതച്ചെടുക്കുക. ആ ചതച്ചെടുത്തതിൻ്റെ അകത്തോട്ട് ഈ 2 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് വറ്റൽമുളക് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില അത്ര ഇട്ടതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ഉപ്പ് ഇത്രയും കൂടെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ലതായിട്ട്. അപ്പോൾ ഉപ്പിൻ്റെയൊക്കെ അളവ് ഒക്കെ കറക്റ്റാണോ നോക്കുക. അതിന് ശേഷം കൈകൊണ്ടൊന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയതിന് ശേഷം നല്ലതായിട്ട് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുത്തതിന് ശേഷം ഇപ്പുറത്തെ കൈയിലോട്ട് വെച്ചിട്ട് മറ്റേ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാമെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വടയുടെ ഷേപ്പിൽ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. തവിടെണ്ണയാണ് RCMൻ്റേത്. ഈ എണ്ണയാകുമ്പോൾ ഒരുപാട് എണ്ണ കുടിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം തീ കൂട്ടി വെച്ച് എണ്ണ ചൂടായതിന് ശേഷം തീ ലോ ഫ്ലെയിമിലോട്ട് വെക്കുക. വെച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പുറമേ അത് കരിഞ്ഞു പോവുകയും അകം വേകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ച് മാത്രം ഇച്ചിരി സമയം എടുക്കും അതിന് കുക്ക് ചെയ്തെടുക്കുക. അപ്പം നല്ല പരിപ്പോടെ നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഞാൻ ടിഷ്യൂവിലോട്ടാണ് മാറ്റുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്